നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമുക്ക് നമ്മുടെ വാട്സപ്പിനകത്ത് ചില ആളുകൾ അയക്കുന്ന വോയിസുകൾ നമുക്ക് സേവ് ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അല്ലെങ്കിൽ ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു എവിഡൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒരു വോയിസ് അയച്ചു കഴിഞ്ഞാൽ ആ വോയിസ് നമുക്ക് സൂക്ഷിച്ച് വെക്കണം. അല്ലെങ്കിൽ ഒരു വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ സൂക്ഷിച്ച് വെക്കണം. അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആണെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് വാട്സപ്പിനകത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് അറിയാതെ ഡിലീറ്റ് ആവുകയോ അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്തത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കാതെ റീസ്റ്റോർ ചെയ്യാൻ സാധിക്കാതെ വരികയൊക്കെ ചെയ്യും. മാത്രമല്ല നമ്മുടെ ഗാലറിയിൽ അത് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗാലറിയിൽ നിന്നും ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ വരുന്ന സീക്രട്ട് വോയിസുകളാണെങ്കിലും ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒക്കെ വാട്സപ്പിൽ വന്ന ഇത്തരം മെസ്സേജുകൾ നമുക്കത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് വെക്കാൻ ഒരു ഇടമുണ്ട്. ഞാനത് കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊക്കെ അറിഞ്ഞു വെക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. കാരണം നമ്മുടെ വാട്സപ്പിലൊക്കെ പലപ്പോഴും നമുക്ക് ഏറ്റവും രഹസ്യമായിട്ട് നമുക്ക് സീക്രട്ടായിട്ടുള്ള വോയിസുകളോ ഫോട്ടോ വീഡിയോ ഒക്കെ വന്നാൽ അത് സൂക്ഷിച്ച് വെക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പിൽ നമുക്ക് ഏതെങ്കിലും ഒരു വോയിസ് നമുക്ക് സേവ് ചെയ്യണം അല്ലെങ്കിൽ ഒരു വീഡിയോ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വോയിസ് കാണിച്ചുതരാം. ഇതിൽ ഏതെങ്കിലും ഒരു വോയിസ് ഞാൻ സേവ് ചെയ്യുന്നത് കാണിച്ചുതരാം. അതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു. അതിനുശേഷം ഇതുപോലെ കുറേ ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഇവിടെ താഴെ മോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ മോർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പം നേരത്തെ അപ്ഡേറ്റ് ചെയ്യാത്ത വാട്സപ്പുകളിലൊക്കെ മുകളിലാണ് കാണിക്കുക. ഇവിടെ പുതിയ അപ്ഡേറ്റിൽ വാട്സപ്പിൽ ഇങ്ങനെയാണ് ഈ ഫീച്ചറുകളൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഷെയർ എന്നുള്ള ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. കുറേ ആപ്പുകളൊക്കെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് ഡ്രൈവ് എന്നുള്ളൊരു ആപ്പ് കാണാൻ സാധിക്കും. ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളത് ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. മെയിൽ ഐ ഡി നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് ഏത് മെയിൽ ഐ ഡിക്കകത്താണോ നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ടതെങ്കിൽ ആ മെയിൽ ഐ ഡി ഇവിടെ താഴെ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലൊക്കേഷൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ കാണാൻ സാധിക്കും ഒരുപാട് ഡയറി ഫയലുകൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ വരിക. ഇവിടെ ഒരു ബോക്സ് കാണും വലതുഭാഗത്ത് ഏറ്റവും മുകളിൽ, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഫോൾഡർ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. വ്യക്തിയുടെ വോയിസ് ആണെങ്കിൽ ആ വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ വോയിസ് എന്നൊക്കെ നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് താഴെ ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അത്തരത്തിലൊരു ഫോൾഡർ ക്രിയേറ്റ് ആവും. മുകളിൽ നമുക്ക് അതിൻ്റെ ഫയൽ നെയിം ഉണ്ട്, അതിവിടെ ഡിലീറ്റ് ചെയ്യാണ്ട് ആ വോയിസിൻ്റെ എന്താണോ നിങ്ങൾക്ക് പിന്നീട് ഓർമ്മ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് വോയിസ് എന്നൊക്കെ വേണമെങ്കിൽ ഇവിടെ ആ ഒരു പേര് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ലൊക്കേഷൻ ഡ്രൈവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഉണ്ടെങ്കിൽ ആ ഫോൾഡർ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. താഴെ സെലക്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കും. നമ്മുടെ ആ ലൊക്കേഷൻ എന്നുള്ളിടത്ത് ഞാൻ സെലക്ട് ചെയ്ത ഫോൾഡറാണ് ഇവിടെ കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും വലതുഭാഗത്ത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം ഉണ്ടാകും. നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഒരു വോയിസ് സേവ് ആകും. പിന്നെ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ എന്താണോ ഫോൾഡറിന് പേര് കൊടുത്ത ആ ഫോൾഡർ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വോയിസ് നിങ്ങൾക്ക് അവിടെ വെച്ച് കേൾക്കാനും പിന്നെ വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ആയാലും ആ ഫോൾഡറിൽ നിന്ന് ഡിലീറ്റ് ആകില്ല. ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആയാലും ആ ഫോൾഡറിനകത്ത് ഗൂഗിൾ ഡ്രൈവിനകത്ത് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഇനി വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു ഫോട്ടോ കാണാൻ സാധിക്കുമ്പോൾ ലോങ് പ്രസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷെയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഗൂഗിൾ ഡ്രൈവ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പേരൊക്കെ മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ലൊക്കേഷൻ എന്നുള്ള ഭാഗത്ത് ഏത് ഫോൾഡറിലേക്കാണ് വേണ്ടതെങ്കിൽ പുതിയ ഫോൾഡർ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. നിലവിലുള്ള ഫോൾഡർ ആണെങ്കിൽ അതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മെയിൽ ഐ ഡി അതാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന വലതുഭാഗത്തുള്ള ഈ അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിലേക്ക് ഈ ഫോട്ടോ സേവ് ആകും. പിന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് ആ മെയിൽ ഐ ഡി ഉപയോഗിച്ച് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോസും വീഡിയോസും ഓഡിയോസും ഒക്കെ അതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ വാട്സപ്പിൽ വരുന്ന സീക്രട്ട് ഫോട്ടോ വീഡിയോ ഓഡിയോ ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് ഇത്തരത്തിൽ സേവ് ചെയ്ത് വെച്ചാൽ നഷ്ടപ്പെടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.